അനക്കത് പറഞ്ഞാൽ മതി. അതിൽ ഇടപെടണ്ട, അതിൽ ഇടപെടണ്ട. അതൊക്കെ എന്തെങ്കിലും ആട്ടെ അങ്ങോട്ട് ഇഷ്ടാവും. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം നടക്കില്ല. അല്ല, ഇപ്പൊ നടക്കൂല എന്ന് പറഞ്ഞ വേറെ നിവർത്തിയില്ല. ഈ സന്ദർഭത്തിൽ അവര് പെരേന്ന് അവിടെ നിങ്ങടെ ഇറങ്ങി കഴിഞ്ഞാൽ എവിടെ പോവും? തെരുവിലിക്കോ? അതല്ലേ ഞാൻ പറയുന്നത്, വേറെ വീട് നോക്കണോ? വീട് കായില്ല ചെങ്ങായിടയിലേന്ന്. ഓന്റെയിലും കൊടുക്കാല്ല, എന്റെയിലും കൊടുക്കണ്ട. ഇപ്പൊ ഞാൻ കൊടുക്കണോ? അത് നടക്കുവോ? നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത് നടക്കണ കാര്യമൊന്നുമില്ല. ഒന്നും പറഞ്ഞാൽ ശരിയാവില്ല. എല്ലാ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ കുടുംബമായിട്ട് താമസിക്കുമ്പോ വേറെ ആൾക്കാർ ഇവിടെ വന്ന് അതൊന്നും ശരിയല്ലേക്കാ. തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ്? കുടുംബമായിട്ട് താമസിക്കാൻ ഓനും കുടുംബമായിട്ട് തന്നെയല്ലേ താമസിക്കണേ. ഞാനൊരു ഇടപാടിൽ ഇങ്ങനെ ചെന്ന് പെട്ട് ഓൻ അത് തരികയും ചെയ്ത് കായി. ഇപ്പൊ കച്ചവടം ഗൾഫുകാരൻ വന്ന് ആ കായ് അങ്ങോട്ട് റെഡി ആയി കിട്ടി കഴിഞ്ഞാല് അപ്പൊ തന്നെ ഓന്റെ കുഴിയിൽ പോയിക്കോളൂ. അല്ല, അത്രേ ഉള്ളൂ പ്രശ്നം. ഇതിപ്പോ എന്ത് ആകെ വാപ്പ തന്ന ഈ വീടും ആ കടയും മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി ഒക്കെ പോയി. നിങ്ങൾക്ക് തന്നെ അറിയില്ല വാപ്പ എന്തോരം പേര് സഹായിച്ചെന്ന്. ആ മുറിന്റെ മൂലക്കൊരു ചാരുകസ്ഥിരണ്ട്, ഒരു കായില്ല, അതെടുത്ത് കത്തിച്ചാൽ ഞക്കാം. അത് തൊട്ടിട്ടുണ്ടെങ്കിൽ എന്റെ മുട്ടുകാലിനെ തലൊടിക്കൂ. വാപ്പാന്റെ കസേരയാണത്. വാപ്പ മരിച്ചല്ലോ, അപ്പൊ കാണൂല്ലോ. നമുക്ക് എന്നാ പിന്നെ അതെടുത്ത് ഇവിടെ ഉമ്മറത്തോണ്ടിച്ചാലോ? 3 കാലേ ഇല്ലൂ, ആരും വന്ന് ഇരുന്നാ പൊളിഞ്ഞു പോകും. വേണ്ട, അത് ഞാൻ ശരിയാക്കിട്ട് വെച്ചോളാം. പോയേ ഇതേ ഇതിപ്പോ നമ്മൾ ഈ ഒന്നും ഉദ്ദേശിക്കുന്ന മാറ്റ കാര്യങ്ങളല്ല. സംഗതി ഇപ്പൊ റോട്ടിലേക്ക് ഇറങ്ങി, വേറൊരു പാകമില്ല. അല്ലാണ്ട് ഇപ്പൊ ഇത് അറിയാണ്ടൊന്നല്ല. ഒന്നാമത്തെ നിങ്ങളുടെ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് നിങ്ങളുടെ കൂട്ടുകാരൻ വഴിയാധാരായത്. ഇനി നിങ്ങൾ ഈ ബുദ്ധിയില്ലായ്മയും കൂടെ കാണിച്ചിട്ട് ഇന്ന മോനെയും കൂടെ വഴിയാധാരാക്കണം. എന്റെ ബുദ്ധിയില്ലായ്മ തന്നെയാണ്. ഞാൻ എന്നെ നോക്കണതും ഈ ജാതി പണിയൊക്കെ ചെയ്ത് എന്നെ കെട്ടിയില്ലോ, എന്റെ ബുദ്ധിയില്ലായ്മ തന്നെയാണ്. അതോ എന്നെ കെട്ടിയോണ്ട് എന്താ കഞ്ഞിയൊക്കെ കുടിക്കണുണ്ട്. അതായത് എന്നപ്പോ കെട്ടിയോണ്ടാ ഞാൻ കഞ്ഞി കുടിച്ചു പോണേ. അതന്നെയാണ്. ഞാൻ ഒരു പണിക്കും പോണില്ല അവിടെ. ഇക്ക നിങ്ങളോട് ഞാൻ സ്നേഹമുള്ള കൊണ്ട് പറയാണ്. ഇന്റെ വാപ്പാക്ക് സംഭവിച്ചതൊക്കെ അറിയാലോ. വാപ്പ ഒരുത്തനെ ആ കട വാടക കൊടുത്തത് അറിയാലോ നിങ്ങക്ക്. എന്നിട്ട് എന്തുണ്ടായി? ആ ഓൻ ഇങ്ങോട്ട് വാടക തന്നതിന്റെ ഇരട്ടി തിരിച്ചു കൊടുത്തിട്ടാണ് ഓൻ അവിടുന്ന് ഒഴിവാക്കിയത്. അതേമാരിക്കാണോ ഇവിടെ വാസുട്ടി? അതേമാരിക്കാണോ? ഞാനിപ്പോ തൽക്കാലം ഒന്ന് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കല്ലേ. ഇനിയിപ്പോ ഇതൊക്കെ പോട്ടെ. ഈക്ക് എന്റെ ഉമ്മ മരിച്ച സമയത്ത് എന്നെ പാല് കൂട്ടിയിട്ടില്ല. കഥ കേട്ടിന്റെ ചെവി തയമ്പിച്ചിക്ക. അല്ലെങ്കിൽ അത് വേണ്ട, അത് പോട്ടെ. ഇപ്പൊ എന്റെ ചെവി തയമ്പിച്ചെങ്കിൽ അത് കേൾക്കണ്ട. ഇതിപ്പൊ ഇത് ഇങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല. ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി സമ്മതിക്കൂല. അതന്നെ. എങ്ങനെ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് രസിയത്? ഞാനായിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളല്ലേ അത്? അത് ഈ മനസ്സിലാക്കണ്ടേ? എന്റെ അവസ്ഥ എന്താ ഈ മനസ്സിലാക്കാത്തത്? എന്താണ് നിങ്ങളുടെ അവസ്ഥ? എന്താണ് ഇപ്പൊ എന്താണ് നിങ്ങളുടെ അവസ്ഥ? എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ റോട്ടിലേക്ക് ഇറങ്ങി പോയാൽ ഞാൻ കാരണമാണ് എന്നുള്ളതാണ് ഇപ്പൊ ആൾക്കാർ. ജോസുട്ടി സംസാരിക്കുന്നതിലും കൂടി അതാണ്. ഞാനായിട്ട് ഇപ്പൊ ഈ കച്ചവടത്തിൽ ഇറക്കി ഇപ്പൊ അവന്റെ പെര പോയി എന്നൊക്കെയാണ് വർത്താനത്തിൽ. വീടെടുത്ത് കൊടുക്ക. എന്റെ വാടക കൊടുക്കണ്ട. വെറുതെ വർത്താനം പറയുന്നത് മനുഷ്യനെ. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ സമ്മതിക്കൂല. തന്നെ ഈ അങ്ങനെ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇക്ക് ഇവിടെ അല്ലാണ്ട് ഞാൻ താമസിക്കുന്നിടത്ത് എവിടെ കൊണ്ടുവരാനെ? ഞാൻ താമസിക്കുന്നിടത്തല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് അല്ലാണ്ട് പറ്റില്ല. നിങ്ങൾ സത്യം പറ. ഇന്നോട് ചോദിക്കാതെ ഓർക്ക് വാക്ക് കൊടുത്താ? അന്നോട് ചോദിക്കാണ്ട് പറഞ്ഞ ഈ സന്ദർഭത്തിൽ ഇങ്ങനെ വന്ന് പറയുമ്പോ പണ്ടായിട്ട് മീറ്റിംഗ് കൂടാൻ പറ്റോക്ക്? അത് പറ്റോ? മീറ്റിംഗ് കൂടണോ? നിങ്ങളൊരു കുടുംബമായിട്ടല്ലേ ഇവിടെ താമസിക്കണേ. അപ്പൊ ഇന്നോട് ചോദിക്കാതെ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? അത് ഇന്റെ വാപ്പ തന്ന സ്വത്ത്. പറയണൊക്കെ മനസ്സിലാവണുണ്ട്. ഞാൻ ഇതൊക്കെ ബോധിപ്പിച്ചിട്ട് പറയാൻ പറ്റും. ആൾക്കാരിന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഓനോട് ഞാൻ വരാൻ പറഞ്ഞു, അങ്ങോട്ട് വരൂ. ഓൻ ഇങ്ങോട്ട് വരില്ല. നിങ്ങളോട് ഞാൻ അവസാനമായിട്ട് പറയാണ്, ഇവിടെ ഒരാള് താമസിക്കാൻ ഞാൻ സമ്മതിക്കൂല. അങ്ങോട്ട് വടാ. സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല. അതന്നെ. ഒരു പൊട്ടിക്ക് സമ്മതിക്കാത്തോണ്ടാണ് ഇപ്പൊ ഇത് കിട്ടുമെന്ന് ഇയാൾ എന്നോട് സംസാരിച്ചിട്ടുള്ളതാണ്. വാടക കൊടുക്കുന്ന കാര്യം വേറൊരു നിവർത്തില്ലേ. വാടക ഇത്തിരി കൂടുതലാണ് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യമല്ലേ. വാടക ഒരു ഇത്തിരി കൂടിയാലും ഇതൊന്നും പറയണ്ട കേട്ടോ. നമ്മുടെ അത്യാവശ്യ കാര്യം. ചേട്ടാ ആളുണ്ടാണ് മാറി. അല്ല ഇത് വാടക കുറച്ച് ചോദിക്കാ, കിട്ടിയില്ലെങ്കിൽ തുറക്കൂല.
നല്ല വിശേഷം. ഞങ്ങള് വന്നതേ ചേട്ടനെ മറ്റേ പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ വാടക കൊടുക്കാനാണ് വീടില്ലേ, സരോവരം. അപ്പൊ അതിനൊരാളായിട്ടുണ്ട്. അപ്പൊ ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ട് വന്ന. ഇതല്ല, നമ്മുടെ ചെല്ലപ്പനാശാരിയുടെ മോനില്ലേ, വാസൂട്ടി ആശാരി. ആ കുട്ടി എനിക്കറിയാം. ആ കുട്ടി ഇവിടെ പഠിച്ചു വന്നിട്ടുണ്ട്. നല്ല കുട്ടിയാണത്. അപ്പേ ഒരു പ്രശ്നമുള്ളത് നമുക്ക് ഇന്ന് തന്നെ വേണോ? അത് ഒരു എന്ത് പ്രശ്നമാണ്? അല്ല, അവനെ ഇന്ന് തന്നെ ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മാറണോ? അപ്പൊ ഇന്ന് തന്നെ ഒന്ന് കേറാൻ പറ്റിയാല് അതിന്റെ ഒരു ടെൻഷനിലാണ് നിന്നായിരുന്നു. അഡ്വാൻസിന്റെ വാടകയുടെ കാര്യമൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ആയിക്കോട്ടെ, അപ്പൊ ഇന്ന് തന്നെ താമസിക്കാലോ അല്ലേ? പിന്നെ വേറെ ചെറിയ പ്രശ്നമുണ്ട്. എന്താണ്? വൃത്തിയാക്കിയിട്ടില്ല. അല്ല, അത് കുഴപ്പമില്ല, അത് ഞങ്ങൾ ചെയ്തോളൂ. അപ്പൊ ആ താക്കോല് കിട്ടിയാല് ഒരു നിമിഷം, ഞാൻ എന്റെ വൈഫിനെ ഒന്ന് വിളിച്ചോട്ടെ. ആളെ പരിചയമുള്ള കാരണം പണി എളുപ്പമായി. ഞാൻ പറഞ്ഞ തട്ടൂല. അതങ്ങോട്ട് കഴിയും. നല്ല വീടാണ്. പുഷ്പേ, നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന വീടില്ലേ, സരോവരം, ആ വീട് വാടകയ്ക്ക് താമസിക്കാൻ ഒരു പാർട്ടി വന്നിരിക്കും. നമ്മുടെ ചെല്ലപ്പനാശാരിയുടെ മോനില്ലേ, വാസൂട്ടി, ആ കുട്ടി തന്നെ. എന്താ, കൊടുക്കട്ടെ? ഞാൻ പറയാം ഞാൻ അവരോട് പറയാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? പുഷ്പയ്ക്ക് താല്പര്യമില്ല. വാസൂട്ടിയല്ലേ താമസിക്കുന്ന വാസുകുട്ടിയാണ്, പക്ഷെ പുഷ്പ എന്റെ ഭാര്യയാണ്. എന്റെ പൊന്നാര സാറേ, ആകെ ഇടങ്ങറായിട്ട് നടക്കുകയാണ് ഞങ്ങൾ ഒരു വിധപ്പെട്ട സ്ഥലത്തൊക്കെ അന്വേഷിച്ചു. വാസുട്ടിപ്പ് ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് ഓന്റെ വീട് ഇങ്ങനെ ചെറുതായിട്ടൊന്നൊരു ജപ്തിയുടെ ഒരു അവസ്ഥയിലേക്ക് വന്നേ. അപ്പൊ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു ഇടങ്ങറിലാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങൾ ശരിയാക്കി തരണം, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് സംഗതി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പുഷ്പ സമ്മതിക്കണ്ടേ? പുഷ്പയ്ക്ക് ഇത് ഒട്ടും താല്പര്യമില്ല. ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് സംസാരിച്ചു നോക്കിയാൽ പറ്റുമോ? ഞാൻ പറഞ്ഞ അവള് കേൾക്കില്ല. അവളുടെ അച്ഛൻ പറഞ്ഞിട്ട് അവള് കേൾക്കില്ല. പിന്നെ ഇനി ഞാൻ പറഞ്ഞിട്ട് അവള് കേൾക്കാൻ പോണത്. എന്താ റസിയാന്ന പേര്? പുഷ്പ. ഒക്കെ ഒന്ന് തന്നെ. ഇപ്പൊ നടക്കൂലല്ലോ. അല്ല, കുറച്ചു ദിവസം താമസിച്ചിട്ട് മാറി തരാനുള്ള ഒരു സംവിധാനം. പുഷ്പ സമ്മതിക്കണ്ടേ? പക്ഷെ നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞു ഒന്ന് പുഷ്പിക്കാൻ പറ്റുമോ? നടക്കോ? ഇല്ല, നടക്കൂല. വേറെ സ്ഥലം നോക്കാം. എന്നാ ശരി. എന്നാല് ശരി എന്നാ കേട്ടോ. ഹലോ, അപ്പോഴേ ഒരു നിമിഷം, എന്താണ്? നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. അല്ല, ചോറ് കൂടി തിന്നിട്ട് നേരല്ലേ ഞങ്ങക്ക് പറയാ. ശരിയെന്നാ പോയിക്കോളെ. വീട് തരാനല്ല നോക്കണേ, ചോറ് തരാനാ നോക്കണേ. അതേ, ഇതിപ്പോ ഈ നിലക്ക് പോയാ എവിടുക്കാണ്? നേരെ എത്രയും നടക്കാൻ തുടങ്ങിയിട്ട് എന്തേലും വൈകുന്നേരത്തിനുള്ളിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ആകെ നാറിപ്പോട്ടെ. മുക്കിനൊന്നും അങ്ങോട്ട് പറഞ്ഞ കേട്ടാ മതിയായിരുന്നു. ഞാനേ വീട്ടിൽ തന്നെയുള്ള സൗകര്യമില്ല. എന്നാലും ജെസ്സിനോടൊന്ന് ചോദിച്ചിട്ടേ. അതൊന്നും ശരിയാവില്ല. അങ്ങോട്ട് പോണ്ട അത് ശരിയാവില്ല. ഇനി ഞാൻ ഓരോ ഒരു കച്ചവടത്തിൽ ഇറക്കിയിട്ട് അതിന്റെ ഇടങ്ങളിൽ മൂപ്പര വീടും പോയിട്ട് ഇനി എൻ്റെ കൊണ്ടുപോയി കയറ്റിയാല് നാട്ടുകാരെന്നെ തല്ലി കൊല്ലും. ശരിയാവില്ല. അവര് വണ്ടി വിളിച്ച് സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കാന്നാ പറഞ്ഞത്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനേ റസിയാനായിട്ട് ഒന്നും കൂടി സംസാരിക്കട്ടെ. പെട്ടെന്ന് വേണോട്ടാ. ഞാനേ വീട്ടിൽ ചെന്ന് അവളെ വിളിച്ചിട്ട് വരാം. ഞാനിവിടെ വൃത്തിയാക്കുന്നല്ലേ. എന്ത് വൃത്തിയാക്കണേ? എന്റെ ഇക്ക പറഞ്ഞു ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഒതുക്കി വെക്കണം പറഞ്ഞു. ഞാൻ അവിടെ ഉണ്ടല്ലോ, ഈ എന്നോടൊരു വാക്ക് ചോദിച്ചോ? അല്ല, ഇക്ക പറയുന്നല്ലേ എനിക്ക് കേൾക്കാൻ പറ്റൂലോ. ഇതാണ് ഒന്നാമത് ഇക്കാനെ വഷളാക്കണ ഈ ഒറ്റ ഒരുത്തനാ. ഞാനാ? എല്ലാ നാട്ടുകാരെല്ലാം പറഞ്ഞ് ഇക്കാന്ന് എന്നെ മോശാക്കുന്നു. എന്നോട് ഇപ്പൊ ഇതൊക്കെ കൊണ്ട കളയാൻ ആരാ പറഞ്ഞു? അല്ല, ഇതെല്ലാം പഴയ സാധനല്ലേ. ഇന്റെ വാപ്പുണ്ടെങ്കിൽ മുതലാണ് ഇതൊക്കെ. എനിക്ക് കളയാൻ വേണ്ടിട്ടല്ല. എന്നാ കത്തിച്ചളിയാ. കത്തിച്ച് ഈ എന്താ മിണ്ടുമ്പോ കത്തിക്കാന്ന് പറയണേ? എനിക്ക് തുന്നക്കടയിൽ ഒരു പണിയില്ലേ? അല്ല, ആടെ എന്താ പണിയില്ല, ആടെ സൂചി നൂലും കോക്കല്ലേ. അപ്പൊ ഇക്ക പറഞ്ഞു അതല്ല ഒന്ന് വീട്ടിൽ ആരോ വരുന്നുണ്ടോ? ആര് വരുന്നുണ്ടല്ലേ? അല്ല, എന്ന് വൃത്തിയാക്കി വെക്കണം എന്ന് പറഞ്ഞു. ഇവിടെ ഒരു വൃത്തിയാക്കലും നടക്കാൻ പോണില്ല. അപ്പൊ എനിക്ക് ഞാൻ പറയണതൊന്നും കേൾക്കാൻ പറ്റൂല. ഒക്കെ നിങ്ങട്ട് വരട്ടെ, ഒക്കെ അറിയണോ? ഈ ഞാൻ പറഞ്ഞ കേൾക്കല്ലോ എന്ന് എനിക്കൊന്നും അറിയണോ? ഇപ്പൊ ഞാൻ ഇന്നാക്കണ്ട് പറ. ഇപ്പൊ ഈ ഇവിടെ വെറുതെ കുത്തിയിരിക്കി. ഇങ്ങനെ ഒരു സാധനത്തിനാണല്ലോ എന്റെ
വാപ്പ കൊണ്ട് തന്നത്.